ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഹരി എഫ് ആർ ഫിഷ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ഫിഷിംഗ് വീഡിയോ അല്ല, നമ്മൾ ഒരു ഫിഷിംഗ് ടൂൾ, അതായത് മീനിനെ കുത്തിപ്പിടിക്കുന്ന ഒരു ടൂളൊന്ന് സെറ്റ് ചെയ്യാണ്. അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളുള്ളത് നമ്മളൊരു സുഹൃത്തിൻ്റെ എന്ന വർക്ക്ഷോപ്പിലാണ്, വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ്. അവിടെ ഇപ്പം നമ്മൾ കമ്പി വളച്ച് സെറ്റ് ചെയ്യുകയാണ്. പുതിയൊരു ടൂള് സെറ്റ് ചെയ്തിട്ട് നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. വരാലിന് ഞണ്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ കുത്തി എടുക്കാൻ പറ്റുന്നൊരു ടൂളാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ടൂള് പണിയുന്നത് എങ്ങനെയാണെന്നുള്ള ഫുൾ വീഡിയോ നമുക്ക് കാണാം. ഈ ഒരു ടൂള് നമ്മളൊരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ടൂൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു 5 ഇത് വരുന്നത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഫിഷിംഗ് ടൂൾ പണിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ ചങ്ക് ബ്രോ രാജീവാണ് ഇതിനാവശ്യമുള്ള കമ്പിയെല്ലാം മുളയ്ക്കുന്നത്. പിന്നെ നമ്മൾ വേറെ സുഹൃത്താണ് രാഹുലാണ് ഇതിൻ്റെ വെൽഡിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇതാണ് രാഹുൽ, അവനാണ് ഇതിൻ്റെ വെൽഡിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂട്ടുകാരൻ വിമൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പാണ്. അവൻ്റെ അനിയനാണത്. ഇവർക്കും ഫിഷിങ് അങ്ങനെയൊക്കെയുള്ളതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും മെനക്കെട്ട് ഈ ഒരു ടൂൾ പണിയെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ചൊല്ലി അതില്ല, നോക്കി നോക്കിയാ അതിന് മേലോട്ട് വരണം. ഇത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള 2 കമ്പിയും വളച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മറ്റേ നീളമുള്ള കമ്പിയിൽ ചേർത്ത് വെച്ച് വെൽഡ് ചെയ്യാണ്. എങ്കിലേ ആ ഒരു ബലം നല്ലപോലെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി വീഡിയോ കാണാം എങ്ങനെയാണ് ഇതിനകത്ത് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതുപോലൊരു ടൂൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോട്ടിൽ നിന്നും വയലിൽ നിന്നൊക്കെ വരാൽ, കാരി, കോര അങ്ങനെയുള്ള മീനുകളെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഇത് നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയാണ് മെയിനാണ് നമ്മളിങ്ങനൊരു ടൂള് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ആദ്യത്തെ കമ്പി വളച്ചത് വെൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് അതിനകത്ത് മൂർച്ചയുള്ള കമ്പികൾ വെൽഡ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുന്നത്. ഏകദേശം ഒരു 5 എണ്ണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മീനെ കുത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് നേരം ഈ വെൽഡിങ് ചെയ്യുന്ന നോക്കിയെന്നേ ഉള്ളൂ. കണ്ണെല്ലാം ഒരുമാതിരിയായി, ഒന്നും കാണാൻ വയ്യ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് ഈ ഫിഷിങ്ങിനോടൊക്കെ ഉള്ളൊരു ക്രേസ് കൊണ്ടാണ് നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന രീതിയിലെല്ലാം ചെയ്ത് വെൽഡ് ചെയ്ത് കിടലുമാക്കി ഒരു ടൂള് സെറ്റ് ചെയ്ത് തരും. ആ ഒരു ക്രേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ പീസ് വളച്ച് വെച്ചതും ആ കമ്പി തന്നെ വെച്ച് വെൽഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിനകത്തിപ്പം ഏകദേശം 4 മുഖം വരുന്നുണ്ട്.
അതിനകത്തെല്ലാം ഓരോ കമ്പി വെച്ചിട്ടാണ് മൂർച്ചയിട്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലും ഒരു കമ്പി വരും. അങ്ങനെ മൊത്തം 5 മൂർച്ചയുള്ള ഭാഗമായിരിക്കും ഇതിനുള്ളത്. വയലിലും കിടപ്പുണ്ട് ആവശ്യമുള്ള വലിയ ബ്രാൻഡ് കിടപ്പുണ്ട്. നമ്മൾ രാത്രി പോയി നോക്കിയായിരുന്നു. അതിന് നമ്മളിരിക്കുന്ന ടൂൾ വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. ഒരു 3-4 പക്ക നല്ല പിടുത്തം വരണം. മറ്റേ കമ്പി ഫുള്ളിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 മുനയുള്ള ഇത് വരത്തില്ല കമ്പി. അത് ഓരോന്നായിട്ട് മൂർച്ചയിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സാധാ കമ്പി കട്ട് ചെയ്തെടുത്തിട്ട് അത് മുനയിട്ട് സെറ്റാക്കിയെടുക്കുകയാണ്. നല്ല രീതിയിൽ മൂർച്ചയിട്ടെങ്കിൽ മാത്രമേ, അതായത് നല്ല ഷാർപ്പായിട്ടിരുന്നെങ്കിൽ മാത്രമേ മീനിനെ പെട്ടെന്ന് കുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ മുനയിട്ട് സെറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലത്തെ 5 പീസ് സെറ്റ് ചെയ്യണം. 5 മാത്രമേ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ച് ഒരു ലെവലിന് സെറ്റാക്കി എടുക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്കും എങ്ങനെ കുത്തിയാലും മീൻ സ്ലിപ്പായി പോകത്തില്ല, സുഖമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് കമ്പി ഒട്ടിക്കുകയാണ്. ഫസ്റ്റ് കമ്പി ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ആ വളച്ച് വെച്ചേക്കുന്നതിനകത്ത് 4 പീസ്, 4 മുഖമുണ്ട്. 4 ഇതിനകത്തും ഓരോ പീസ് കമ്പി വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വേണ്ടിയുള്ള കമ്പികൾ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം സെറ്റാണ്. ഫസ്റ്റ് കമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ടൊരു ബാക്കി 4 മുന ഒട്ടിക്കാൻ വേണ്ടിയുള്ള കമ്പി മുറിച്ചെടുക്കുകയാണ്. ഇത് ഓരോന്നും മുനയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം അതിനകത്ത് ഒട്ടിക്കാൻ. 5 ഇത് വരുന്നതുകൊണ്ട് നമുക്കൊരു മീനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അതിനെ കുത്തിയെടുക്കാൻ പറ്റും. സാധാരണ ഞണ്ട് കുത്താനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കമ്പി മാത്രമേ കാണത്തുള്ളൂ. അത് ഒരു കമ്പിക്ക് മാത്രം മുനയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് നമുക്ക് മീനിനെ കുത്താനായതുകൊണ്ടാണ് ഇതിനകത്ത് 5 കമ്പി മൂർച്ചയിട്ട് സെറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒറ്റ കമ്പി ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കറക്റ്റായിട്ട് കുത്താൻ പറ്റത്തില്ല. 5 ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് മീൻ ഒഴിഞ്ഞു മാറി പോകാതെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കുത്താൻ പറ്റും. അങ്ങനെ ഓരോ പീസും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിനകത്തോട്ട് ഒട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മുനയുടെ ലെവൽ കറക്റ്റായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മീൻ കുത്തുമ്പോഴത്തേക്കും അത് കിട്ടാതെ പോകും. കാരണം വെച്ചാൽ എൻഡ് ഭാഗം, എഡ്ജ് മുന വരുന്ന ഭാഗം എല്ലാം സെയിം ആയിരിക്കണം. അതിപ്പം പൈപ്പ് വെച്ച് അതിൻ്റെ അളവ് കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ നമുക്കിത് അടുപ്പിക്കാം. ആ രീതിയിലാണിത് പണിഞ്ഞേക്കുന്നത്. കാരണം വെച്ചാൽ വെള്ളത്തിൽ ചെറിയൊരു അനക്കം തട്ടുമ്പോൾ തന്നെ മീൻ ഒന്നി ചെളിയിൽ പുതഞ്ഞിരിക്കും, അല്ലെങ്കിൽ അത് തെന്നി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഈ 5 കമ്പി അതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കമ്പി അതിൻ്റെ പുറത്ത് ഉറപ്പായിട്ടും കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ടൂളിൻ്റെ അവസാന ഘട്ട വെൽഡിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. ആദ്യം എല്ലാം ലെവൽ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഇപ്പം കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നല്ല ലെങ്തിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിൻ്റെയും കാലിൻ്റെ കരയിൽ നിന്നായിരിക്കും മീനെ കുത്തുന്നത്. അപ്പോൾ അത്രയും നീളം ഉണ്ടെങ്കിൽ നമുക്ക് വാക്കിന് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരു സിംഗിൾ പീസാണ്. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇത്തിരി ലോങ്ങിൽ നിന്ന് എറിഞ്ഞു വേണമെങ്കിലും മീനെ പിടിക്കാൻ പറ്റും. ഇതിനകത്ത് 5 മുനയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല മുനയുണ്ട്. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കിന്ന് മീൻ പിടിച്ച് നോക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഫിഷിംഗ് ടൂൾ ഓക്കെയാണ്. ബ്രാലിനെ നമുക്ക് കുത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലാഷ് ഓണാക്കാൻ വിട്ടുപോയി. നൈറ്റ് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷെ നമുക്കത് മീൻ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് അടിക്കുന്ന ഈ ഒരു മീനാണ്. അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റില്ല, ചെറിയ മീനാണെങ്കിലും 2 കമ്പി കുത്തി കയറിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത്. നല്ല റിസൾട്ടാണ് ഈ ഒരു ടൂള്. നൈറ്റ് ഫിഷിങ്ങിന് പറ്റിയൊരു സാധനമാണ്. ഇല്ല, അത് കുത്തു നേരെ. വെയിറ്റ് ഒന്നുമില്ല. വീഡിയോ എടുത്തോട്ടെ. ഓ, യമണ്ട ഒരു ഞണ്ടോ ഗെയ്സിൽ നിന്ന് കിട്ടിയേക്കുന്ന പാൽ ഞണ്ട് കയറ്റി ഇറക്കി. അത് താത്ത് ഇടിച്ച് ഇറക്കി. അല്ലാതെ കുത്ത് കൊണ്ടുവരാൻ അടുത്ത് നല്ലോണം ഞണ്ട് പെട്ടെന്ന് വലിയത്തില്ല മീനോടെ പോലെ.
ഞണ്ട് കുത്താൻ പറ്റിയ സാധനമാണ് കേട്ടോ അപ്പോഴത്. ഒന്ന് എത്ര കമ്പി കുത്തി ഇറങ്ങി എന്നാ? സെൻറ്ററിലെ കമ്പി 3 എണ്ണം കയറി. 1 2 3 എണ്ണം കയറി. ഓ കുത്താക്കത്തില്ല, ചെറു മിണ്ടല്ലേ സാധനം അവിടെ കാണും. ഇല്ല അവിടെ തന്നെ കാണും. അത് വരും ഇവിടെ. വെയിറ്റ് ചെയ്യുക സാധനം കണ്ട സ്ഥിതിക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നൈറ്റ് ഫിഷിങ്ങിൻ്റെ പുതിയ കിടിലൻ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോഴും മീൻ തേടിയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്.